ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ഇവിടുത്തെ വിശേഷം എന്താണ്? ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷം. ആണ്ടിൽ സംക്രാന്തിക്കാണ് അനു അമ്പലത്തിൽ പോണത്. ഇന്ന് ഭർത്താവിൻ്റെ പൂജയുള്ളത് കൊണ്ട്, ഭർത്താവിൻ്റെ പേരിൽ പൂജയുള്ളത് കൊണ്ട് അനു ഇന്ന് അമ്പലത്തിലേക്ക് പോയി. അനു അമ്പലത്തിലേക്ക് പോകുന്നത് നോക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവൾ അമ്പലത്തിൽ പോയ സമയത്തുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എടുത്തു തരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനു വരുമ്പോഴേക്കും ഞാൻ ഗ്രീൻ പീസ് കൂട്ടാൻ വയ്ക്കാനായിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്ത് ഇഞ്ചി എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇഞ്ചിയുടെ ബോക്സ് മാറിപ്പോയി. ഇഞ്ചി എവിടെയാന്ന് പോലും അവൾക്ക് അറിയില്ല. സത്യത്തിൽ ബോക്സ് കറക്റ്റ് ആയിരുന്നു ഗൈസ്, ഞാൻ കൊണ്ടുവന്നത്. അതിനകത്ത് ഇഞ്ചി ഉണ്ടായിരുന്നില്ല. അതെൻ്റെ തെറ്റല്ലല്ലോ. അത് അവളുടെ തെറ്റല്ല, ബട്ട് നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. സംഭവം അവിടെ ഇഞ്ചി ഉണ്ടായിരുന്നില്ല. ഇഞ്ചി ഉണ്ടായിരുന്നുള്ളത് ഒരു ഓർമ്മ മാത്രമേ ഇഞ്ചി ഉണ്ടായിരുന്നില്ല. അമ്മേനെ പറമ്പിൽ കൊടുപ്പിച്ച് നമ്മൾ ഇഞ്ചി പറപ്പിച്ചു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളുടെ ഹീറോ ഉണ്ടായിരുന്നു. അച്ചുമണിയുടെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് അവനെ വീണ്ടും ഉറക്കാൻ വേണ്ടി ഞാൻ പോയി. അതുകൊണ്ട് ഇനി കുറച്ച് നേരത്തുള്ള വീഡിയോസിലൊന്നും ഞാൻ ഉണ്ടാവില്ല. ഇവൾ വെളുത്തുള്ളി തൊലി കളയാണെന്നാണ് തോന്നണത്. മുതിര ഉപ്പേരി വെക്കാനായിട്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വീഡിയോ എടുത്ത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഞാൻ മുതിര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി തൊലി കളയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ട വിഭവമാണ് മുതിര ഉപ്പേരി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് ഞാൻ. ആദ്യം അച്ചുവിന് പാൽ കൊടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ആ സമയത്ത് പ്രൊഫഷണൽ കുക്കായിട്ടുള്ള ഞാനവിടെ കൊച്ചിന് പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മൊത്തം ഇവിടെയാണ്. ഇവളെ അടുക്കള തല തിരിച്ച് വയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ അനുവിനെ എണീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനു എണീക്ക്, കൊച്ചിനെ പിടിക്ക്, അനു അടുക്കളയിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അനുവിനെ അവിടെ എണീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ നിന്ന് വെളുത്തുള്ളി തൊലി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ടെൻഷനായിരുന്നു ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി പോയപ്പോൾ. ഞാൻ വന്നിട്ടാണ് മുതിര വെച്ചത്. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഉള്ളി തൊലി കളഞ്ഞ് അവിടെ വെച്ച് പോയി. ചപ്പാത്തി, പിന്നെ അവൾ ചപ്പാത്തി ഉരുട്ടാനൊക്കെ നിന്നിട്ടാണ്. ഇത് അമ്മയാണ് ചപ്പാത്തി കുഴച്ച് തരുന്നത്. പിന്നെ ഉണ്ടുരുട്ടാനൊക്കെ അനുവാണ് ഉണ്ടുരുട്ടിക്ക് തരിക. എനിക്ക് പരത്തേണ്ട ജോലി മാത്രമേ ഉള്ളൂ. ഉണ്ടുരുട്ടി ചുടണതൊക്കെ അവളാണ്. അപ്പോൾ ആ പണിയൊന്നും എനിക്കില്ല കേട്ടോ. അവൾ വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് സുഖമാണ്. ഉണ്ടുരുട്ടിയിട്ട് വീഡിയോ എടുത്ത് വയ്ക്കുക. അവൾ ഉണ്ടുരുട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ അവിടെ എത്തിയ ആദ്യം എൻ്റെ ഉണ്ടേ വാങ്ങിച്ച് പരത്താൻ തുടങ്ങി. റൗണ്ടിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ദോശയിൽ എന്നെ കളിയാക്കിയ ആദ്യം ഇന്ന് മാന്യമായ ജനങ്ങളെ നിങ്ങളിത് പറയണം. ഇതിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഏകദേശം ഒരു വട്ടരൂപത്തിലാണ് ചപ്പാത്തി പരത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ചപ്പാത്തി ചതുരമായിട്ട് എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ സമ്മതിക്കാം. ഞാൻ ചതുരത്തിലാണ് പരത്തുന്നത്. ഇവളെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചീഞ്ചട്ടി മാറ്റണം, അത് പഴയതായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീടുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം, പുതിയ ചീഞ്ചട്ടി മാറ്റി ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ചപ്പാത്തിക്ക് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊട്ടും സമയം കളയാതെ ചപ്പാത്തി ചൂടുന്നതിൻ്റെ ഇടയിൽ നേരത്തെ തൊലി കളഞ്ഞ് വച്ചിരുന്ന വെളുത്തുള്ളി ഞാൻ അരിയുന്നുണ്ട്, മുതിര ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്, ചപ്പാത്തി ചുടലും അമ്മയ്ക്ക് പോകേണ്ട സമയമായതുകൊണ്ട് ഞാൻ അരി വറുക്കുന്നുണ്ട്. അരി വറുത്ത് വെച്ചിട്ട് അതിനിടയിൽ അച്ചുമണി ഇടയിനുണ്ട്. അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയിക്കായിരുന്നു. അമ്പലത്തിൽ പോയി പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് കാണുന്നത്. തന്നെ കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഒക്കെ നിലത്ത് കളയാനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ അവന് വായിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. തന്നെ അത് കഴിച്ചോളും, കുഴപ്പമില്ലാതെ കഴിച്ചോളും. എന്നാലും അവസാനത്തുമ്പോൾ ഒരു വെകിളി സ്വഭാവം പുറത്തേക്ക് വരുമോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ അവന് വായിൽ കൊടുക്കുന്നുണ്ട്. പായസം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്പലത്തിൽ കൊച്ചിന് പായസം എപ്പോഴും കൊണ്ടു കൊടുക്കും അമ്പലത്തിലുള്ള ആൾക്കാർ. ഒന്നെങ്കിൽ അവിടുത്തെ അമ്മമ്മമാരാരെങ്കിലും കൊണ്ടു കൊടുക്കും. ഇന്ന് പായസം വീട്ടിലേക്ക് പോകേണ്ട കാരണം കൊണ്ട് ഞങ്ങൾ പായസം ചായ കുടിച്ചിട്ട് ജിമ്മിലേക്ക് പോകാമെന്ന് വിചാരിച്ച അനുവിനെ എണീപ്പിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ. അനുവാണ് ഞങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ എടുത്ത് തരണത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അനുവാണ് എടുത്ത് തരാം കേട്ടോ. അനു സ്പീഡിൽ എടുത്തെടുത്ത് തരും. ഞങ്ങളത് കഴിക്കാറുള്ളൂ, കാരണം ഉണ്ടാക്കി വയ്ക്കുന്നത് ഞങ്ങളാണല്ലോ. എടുത്തരം അത്ര വലിയ പാടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവനാണ് എടുത്ത് തരിക. ചപ്പാത്തി കഴിക്കുന്നുണ്ട്. അതിനിടയിൽ അച്ചുമണി വന്ന് ഞങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണ് അവൻ. പിന്നെ എൻ്റെ അമ്മക്കെട്ടല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവളുടെ അടുത്താണ് കൂടുതലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ചമുളക് അവളുടെ പ്ലേറ്റിലുള്ള കളിയാണ് അവൻ്റെ. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അച്ചുമണി എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. വേഗം ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ജിമ്മിൽ പോകാനായിട്ട് റെഡിയായി പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. അപ്പോൾ എല്ലാവരും ഇവർ രണ്ടുപേരും അനുവും ആദ്യം എന്നോട് പറഞ്ഞു കോട്ടിടാൻ.
കോട്ടിടാൻ എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കോട്ടിടാൻ ഞാൻ ആദ്യം ഒന്ന് മടിച്ചു. പിന്നെ മഴയാണ് നനയൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോട്ടിടാണ്. ആദ്യം കോട്ടിട്ടപ്പോൾ ഞാൻ തിരിച്ചിട്ടു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇട്ടു. അങ്ങനെ കുറേ നേരം ആദ്യം തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ജിമ്മിലെത്തി. പിന്നെ ഇന്നത്തെ ജിമ്മിലുകൾ നല്ല രീതിക്ക് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത്ര ദിവസം ഞങ്ങൾ ജിമ്മിൽ പോയി, പക്ഷേ ഞങ്ങൾ വിയർക്കുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞങ്ങളൊന്ന് വിയർത്തത്. ജിമ്മിൽ ഞാനും ആദ്യമാണ് പോകുന്നത്, പക്ഷെ ഞങ്ങളുടെ കൂടെ അച്ചുമണിയുണ്ട്. അച്ചുമണിയും ഞങ്ങളെക്കാൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് അച്ചുമണിയാണ്. ജിമ്മിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ആദിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ. ചേച്ചിയുടെ വീട്ടിലേക്ക് എന്തിനാ പോണേന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും. ചേച്ചിയുടെ കൊച്ച് ബെഞ്ചുമേന്നൊന്ന് ചാടി. രൂപ 2000 കണ്ണിൽ കൂടെ പോയി. ഇനി മേലെ ചാടരുതെന്നാണ് ചേട്ടൻ്റെ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. 2 വീലറിൽ പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മഴ കാരണം ഊബറിലേക്ക് യാത്ര മാറ്റി. ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അച്ചുമണിയാണെങ്കിൽ അപ്പോൾ അച്ചുമണീനെ ഉറക്കപ്പിച്ചിലാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയത്. അതിൻ്റെ ഒരു ക്ഷീണം അവനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ കുസൃതികളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവൻ ഭയങ്കര സൈലൻ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും അവൻ ഭയങ്കര സന്തോഷത്തിലാണ് കേശുവിൻ്റെ അപ്പൂസിൻ്റെ അടുത്ത് പോണതിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അച്ചുമണി ഭയങ്കര ഹാപ്പിയാണ് കേശുവിനെ അപ്പൂസിനെയും കണ്ടതിൽ. അപ്പൂസാണെങ്കിൽ എണീറ്റ് നടക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ്. അപ്പൂസിന് അച്ചുമണിയായിട്ട് കളിക്കണം, പക്ഷേ അങ്ങനെ ഞങ്ങളവിടെ വർത്താനൊക്കെ പറഞ്ഞത് ആൾ ഭയങ്കര വിഷമം. കൂടുതൽ അപ്പൂസിൻ്റെ അടുത്താണ് പറഞ്ഞത്. ആളുടെ വിഷമം മാറ്റാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ആൾ ഞങ്ങൾക്ക് കുറേ പാട്ടൊക്കെ പാടി തന്നു, കഥയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അംഗനവാടിയിൽ ഉണ്ടാക്കി തന്നെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ആൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നേരം കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോഴേക്കും ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഊബർ വന്നു. ഞങ്ങൾ വേഗം റെഡിയായി പോന്നു. പോണ ഇതിൽ അപ്പൂസിൻ്റെ അടുത്തേക്ക് പിന്നെ ഓടിപ്പോണതാണ്. അച്ചുമണി കാറ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, അതാണ് വേഗം ഓടി വരുന്നുണ്ട്. ക്ലാസ്സൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വേഗം കാറിലേക്ക് കയറാനുള്ള തിരക്കിലാണ് അവൻ. അപ്പൂസിനും കേശുവിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോണതിലുള്ള വിഷമത്തിലാണ്. ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേശു നടക്കണത്. കേശു സൈക്കിളിൽ ഇന്ന് പോകണ്ട, നാളെ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ വന്നിട്ട് പല പരിപാടികളുണ്ടല്ലോ. അവൻ ഞങ്ങളുടെ കൂടെ സൈക്കിളിൽ പിന്നാലെ കുറേ നേരം വന്നു. വന്നതിൻ്റെ പിന്നാലെ അച്ചുമണി ഉറങ്ങി. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞങ്ങൾ പിന്നെ അടുക്കളയിൽ ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ട് അച്ചുമണീനെ സൈഡാക്കി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.